ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിന് ശേഷം ഇപ്പം തലശ്ശേരി താമരശ്ശേരിയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി PC ആ സിനിമയുണ്ടല്ലോ ഈ കേരളത്തിലെ മുഴുവൻ ഇടവകളിലും പ്രദർശിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ് ഞാൻ. ആ സിനിമ വളരെ വ്യക്തമായ ഒരു ആശയമാണ് നൽകുന്നത്. ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പരിവേദനമാണിത് മുഴുവൻ. മനസ്സിലായില്ലേ? ആ സിനിമ പിടിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമാണ്. അതറിയാവോ? അയാൾ മുസ്ലിമായിരുന്നു, ഇപ്പം മുസ്ലിം മാറുന്നു കേട്ടു. അയാളാണ് പിടിച്ചിരിക്കുന്നത്. മുഴുവൻ സത്യങ്ങളും നടന്ന കാര്യങ്ങൾ ആ സിനിമയിൽ പറയുന്നത്. അതെത്ര വിഷമം എല്ലാവരും. അങ്ങനെ എത്ര വിഷമിക്കുന്ന കാര്യം അതെല്ലാ പള്ളിയിലും കാണിക്കണം. ലവ് ജിഹാദുണ്ട്, അല്ലെ നാർക്കോട്ടിക് ജിഹാദുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ മുഖത്ത് കയറുകയായിരുന്നു. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഉണ്ടെന്ന്. സുപ്രീം കോടതി പറഞ്ഞു ബോധമുണ്ടോ ഇവനൊക്കെ? സുപ്രീം കോടതി തന്നെ ലവ് ജിഹാദ് എന്നൊരു വാക്കില്ല. അങ്ങനെ ഒരു വാക്കുണ്ടോ ഇംഗ്ലീഷ്? നീ കണ്ടുപിടുത്ത് നോക്കി, അങ്ങനെ ഒരു വാക്കില്ല. അതാ സുപ്രീം കോടതി പറഞ്ഞ് ലവ് ജിഹാദെന്ന് പറയുന്നത് എന്താ? പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ IS ഭീകരന്മാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സ്നേഹം നടിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ സ്നേഹം നടിച്ച് കല്യാണത്തിനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി. ഒരാഴ്ച അവൻ്റെ ഉപയോഗം കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കോഴിക്കോട്ടൊരു ഒരു 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 അഭയകേന്ദ്രമുണ്ട്, അതിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു 5-6 പേര് കയറി ബലാത്സംഗം ചെയ്ത് അതുങ്ങളെ സിറിയയിൽ കൊണ്ടുപോയി ഭീകരന്മാർക്ക് ദാനം ചെയ്യുക. ഈ പോക്കാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതാണ് ലവ് ജിഹാദ്. ഇതുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, എതിർക്കട്ടെ അവനാണെങ്കിൽ ഞാൻ തെളിയിച്ചു കൊടുക്കാം. മനസ്സിലായില്ല? വർത്താനം പറഞ്ഞു. 500 ചുരം പിള്ളേരെ കൊണ്ടുപോയതാണ്, പെൺപിള്ളേരെ, നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ. ഞാൻ 40 എണ്ണത്തിനെ തിരിച്ച് എന്നോടുള്ള വൈരാഗ്യമൊന്നുമില്ല, എന്നെ തോപ്പിച്ചതല്ലേ. ഈ ലവ് ജിഹാദ് വിരുദ്ധന്മാരല്ലേ എല്ലാം കൂടെ എന്നെ തോപ്പിച്ചത്. എൻ്റെ ഇലക്ഷൻ തോൽവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇങ്ങനെ വൃത്തികേടിന് കൂട്ടുകയും എന്നെ കിട്ടുകയില്ല. എന്ത് വിലയോട് ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ച് കൊണ്ടുവന്നാലും ഞാൻ സമ്മതിക്കില്ല. പ്രേമിച്ചാൽ കല്യാണം കഴിച്ചോണം, ജീവിച്ചോണം കുടുംബമായിട്ട്. അതല്ലാതെ ഈ മറ്റപ്പണിക്ക് ഈ ഭീകരവാദി കൊണ്ട് ബലാത്സംഗത്തിന് കൊടുക്കാൻ അനുവദിക്കലേ. 40 പിള്ളേരെ തിരിച്ചെടുത്തിട്ടുണ്ട്, അറിയാം നിങ്ങൾക്ക്. അതല്ലേ എന്നെ കൊല്ലാൻ തന്നെ. ഇവിടെ വന്നല്ലേ എല്ലാം കൂടെ കൊല്ലാൻ. കൊല്ലാൻ ഞാൻ ഇറങ്ങിച്ചെന്നത് എന്നെ കൊല്ലാഞ്ഞ്. എനിക്ക് പേടിക്കാനൊന്നും പറ്റുകയില്ല. ഈ ലവ് ജിഹാദുമുണ്ട്, നാർക്കോട്ടിക് ജിഹാദുമുണ്ട്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അപ്പോൾ ഇന്ന് കല്ലറങ്ങാട്ട് പിതാവ് ആദ്യം നാർക്കോട്ടിക് ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞത്. എല്ലാം കൂടെ പിതാവിനെ ആക്രമിക്കാൻ ചെന്നത് എന്നെ ആവശ്യം. അതായത് എൻ്റെ വീടിനകത്ത് ഞാൻ പിള്ളേരോട് പറയാം, മക്കളെ ലവ് ജിഹാദിലൊന്നും പെടാ പൊക്കോടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടോട്ടെ ആക്രമിക്കണം ഈ തിണ്ടികൾ. ഇവർക്ക് എന്നാ കാര്യം പറഞ്ഞ്? കൊറങ്ങാട് പള്ളിയിൽ ഈ ലവ് ജിഹാദി പെടരുന്ന മക്കളെ, നാർക്കോട്ടിക് ജിഹാദി പെടരുന്ന കുഞ്ഞു മക്കളെ എന്ന് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞേന് അരമനയിൽ എറിയാൻ പോകാൻ ഇവർക്ക് തന്നെ അവകാശം. ഞാനാ ഓടി വന്ന് എറിയടാന്നും പറഞ്ഞ്. നല്ല മാണങ്ങൾ ആരോഗ്യമുള്ള RS പിള്ളേർ വന്നു, ഒരു 10-300 വന്നേരത്തേക്കിന് ജീവനും കൂടെ ഓടി. ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കണം, അടിച്ച്. നാർക്കോട്ടിക് ജിഹാദി എല്ലാം ഉണ്ട്. അതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കും. എന്ത് വന്നാലും നേരിടുകയും ചെയ്യും. ഓക്കെ.